ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിദൂസ് വെറൈറ്റി. 1000 രൂപ വിലയുള്ള നൈറ്റ് ക്രീം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കിയാലോ. അതിന് മാതള നാരങ്ങ കൊണ്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങളൊരു മാതള നാരങ്ങയുടെ പകുതി ഭാഗം എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ കിട്ടും. അപ്പോൾ ആദ്യം ഞാനിതിനായിട്ട് പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിന് കുരുവൊക്കെ അടർത്തിയെടുക്കുകയാണ്. ഒരു പകുതി നാരങ്ങയുടെ കുരുവൊക്കെ തന്നെ വേണം അതിന് അടർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പകുതി മാതള നാരങ്ങ വെച്ച് അതിൻ്റെ കുരുവൊക്കെ അടർത്തിയെടുക്കുന്നുണ്ട്. എടുത്ത് നിങ്ങളും അതുപോലെ തന്നെ എടുക്കുക. ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യമില്ല, കുറച്ച് ആവശ്യമുള്ളൂ. ആ രീതിയിൽ കുറച്ച് മാത്രം എടുക്കുക. എടുത്തിട്ട് ഇത് ജ്യൂസാക്കുക. ഇനി ഇതിനായിട്ട് നമ്മൾ 2 സ്പൂൺ അലോവേറയാണ് എടുക്കുന്നത്. അലോവേറയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ വീട്ടിലുള്ള അലോവേറ അത് അതിൻ്റെ ചൊറിച്ചിലൊക്കെ മാറുന്ന രീതിയിൽ അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് യൂസ് ചെയ്യാം നമുക്ക്. ഞാനിപ്പം നമ്മളിപ്പോൾ കുറച്ച് നാൾ ഇരിക്കാൻ കൂടി ചെയ്യുന്നത് കൊണ്ട് ഇത് അലോവേറ വാങ്ങിച്ച അലോവേറയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്പൂൺ അത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഈ 1 സ്പൂൺ അടിച്ചു വെച്ചിരിക്കുന്ന മാതള ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബദാം ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ബദാം ഓയിൽ ഇല്ലെങ്കിൽ നല്ല പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിലായാലും മതി. ആട്ടിയത് വാങ്ങിക്കില്ലേ, അതായാലും മതി. അപ്പോൾ 1/2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് ഒരു സാധനം കൂടി ഉണ്ട്. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. അത് ഒരു പിന്നുകൊണ്ട് പൊട്ടിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. എനിക്കതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ ഗ്ലാസിൻ്റെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കണ്ടെയ്നറിലാക്കി വെക്കുക. അതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനും നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്രീമിൻ്റെ കണ്ടെയ്നറാണ് എടുത്ത് വെച്ചിരുന്നത്. എന്നാലും അത് എയർ ടൈറ്റ് ആയതുകൊണ്ട് നല്ലതായിരിക്കും. നിങ്ങൾ അതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുക. ഇതിനിപ്പം മാതള നാരങ്ങ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റിങ്കിൾസൊക്കെ കുറയാനും ഡാർക്ക് സ്പോട്ടൊക്കെ കുറയാനും ചാൻസ് ഉണ്ട്. വെള്ളാസം രാത്രിയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഉള്ളവർ എന്തായാലും മസ്റ്റായിട്ടും പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുക. പിന്നെന്താ ഇത് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഇത് കറക്റ്റായിട്ട് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. 2 ആഴ്ചത്തേക്കുള്ളതാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ക്രീം ബേസ് ആയിരിക്കണം. ഉണ്ടോ? ഇങ്ങനെ കയ്യിലിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇട്ട ഉടനെ അതങ്ങ് അബ്സോർവായി പോയിക്കോളും. തേച്ച് കൊടുത്തിട്ട് രാത്രിയിൽ അങ്ങനെ വിട്ടിട്ട് രാവിലെ ആകുമ്പോൾ വാഷ് ചെയ്താൽ മതി. കണ്ടോ? അബ്സോർവായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക. വലിയ ചിലവൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു ക്രീമുമായിട്ട് വരുന്നതായിരിക്കും. ഇതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.